വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. HSST സിലബസ് ക്ലാസ്സിൽ ഇന്ന് മൊഡ്യൂൾ 2 നോവൽ വിഭാഗത്തിൽ ആധുനിക നോവലുകളെക്കുറിച്ചാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരാധുനിക നോവലിനെക്കുറിച്ചും ഇക്കോ ഫെമിനിസത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. HSST സിലബസ് ക്ലാസ് ആണെങ്കിലും ഇത് MA, PG, അതുപോലെ തന്നെ ഡിഗ്രി, സെറ്റ്, നെറ്റ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കാണുക. അതുപോലെ തന്നെ വളരുന്ന കൈരളി എന്ന ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ആധുനികതയുടെ ആവിർഭാവം. ആധുനികതയുടെ ആവിർഭാവം ബോധ്യപ്പെടുത്തിയ അപകടം മൂല്യബോധത്തിൻ്റെ തകർച്ചയാണ്. സ്വപ്നങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ മനസ്സ് ശൂന്യമായി തീർന്നിരിക്കുന്നു. ഈ ശൂന്യതയ്ക്കിടയിൽ ഏക ചിന്താവിഷയം സ്വന്തം അസ്തിത്വം മാത്രമാണ്. ജീവിതത്തിൽ യഥാർത്ഥമായി ഒന്നു മാത്രമേയുള്ളൂ. മരണം. ആസന്നമായ മരണത്തിനു മുന്നിൽ മനുഷ്യൻ്റെ സഹജഭാവം വെളിപ്പെട്ടു പോകുന്നു. അവശേഷിക്കുന്ന സമയം അർത്ഥപൂർണമാക്കുക, നൈസർഗിക വാസനകൾക്ക് സാഫല്യമേകുക, അതാണ് യജ്ഞം. സ്വന്തം കഥാപാത്രങ്ങൾ എന്തായിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ നിർണയിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് തങ്ങൾ എന്നാണ് ആധുനികരുടെ ഭാവം. ആശയ സാഹിത്യങ്ങളുടെയോ മനഃശാസ്ത്രവിധികളുടെയോ എന്തിന് റിയലിസത്തിൻ്റെ തന്നെയോ സഹായം കൂടാതെ അയാൾ തൻ്റെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നായ ആശയക്കുഴപ്പത്തിൻ്റെയും ഉദ്ദേശ്യരാഹിത്യത്തിൻ്റെയും കഥ തന്നെയാണ് ആ കഥാപാത്രങ്ങൾ പറയുന്നത്. മലയാള നോവലിൽ ആദ്യമായി ആധുനികതയുടെ കലാപം സൃഷ്ടിച്ചത് കാക്കനാടനാണ്. സാക്ഷി, വസൂരി, ഏഴാം മുദ്ര, ഉഷ്ണമേഖല, അജ്ഞതയുടെ താഴ്വര, ഒറോദ തുടങ്ങിയവ കാക്കനാടൻ്റെ നോവലുകളാണ്. സമൂഹത്തിൻ്റെ സാമാന്യഗതിയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ സ്വയം അന്യനായി മാറുന്ന മനുഷ്യൻ്റെ മുഖമാണ് കാക്കനാടൻ അവതരിപ്പിക്കുന്നത്. ഡൽഹി, ആവിലായിലെ സൂര്യോദയം, ആകാശത്തിൻ്റെ ചുവട്ടിൽ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ എന്നീ നോവലുകൾ ശില്പപരമായ ഔന്നത്യം കൊണ്ട് ശ്രദ്ധേയമാണ്. ഇവ മുകുന്ദൻ്റെ നോവലുകളാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകൻ്റെ വഴി, തലമുറകൾ എന്നീ നോവലുകൾ OV വിജയൻ്റെ ശ്രദ്ധേയമായ രചനകളാണ്. ആധുനികതയുടെ ആരവങ്ങളിൽ വേറിട്ടൊരു ശബ്ദമായി OV വിജയൻ നിലകൊള്ളുന്നു. ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം, അഭയാർത്ഥികൾ, ഗോവർദ്ധനൻ്റെ യാത്രകൾ, വ്യാസനും വിഘ്നേശ്വരനും എന്നീ നോവലുകൾ രചിച്ച ആനന്ദ് ആധുനികതയുടെ പുതിയ ശബ്ദമായി മാറി. ഉഷ്ണമേഖലയിലെ കഥാനായകനായ ശിവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയോട് പ്രതിഷേധിക്കുകയും പാരമ്പര്യ മൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട് സ്വയം രാജ്യഭ്രഷ്ടനാവുകയും ചെയ്യുന്നു. ഉത്കടമായ ഏകാകിത്വവും വ്യാകുലതയും അയാൾ അനുഭവിക്കുന്നു. തൻ്റെ ദുഃഖത്തിൽ നിന്നും അയാൾക്ക് മോചനം സിദ്ധിക്കുകയില്ല. അജ്ഞതയുടെ താഴ്വരയിൽ പ്രതിനിമിഷം സ്വന്തം ശവക്കുഴി തോണ്ടിക്കൊണ്ട് അറിവില്ലായ്മയുടെയും അറിയാനാവായ്കയുടെയും ഭീകരമായ താഴ്വരയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ ദാർശനിക മുഖം ദുഃഖം പകർത്തുന്നു കാക്കനാടൻ. ഏഴാം മുദ്രയിൽ ക്രിസ്ത്യൻ പെന്തിക്കോസ്തലിസിൻ്റെ പൊള്ളത്തരത്തെ അദ്ദേഹം എടുത്തുകാട്ടുന്നു. വസൂരിക്ക് കാമുവിൻ്റെ പ്ലേഗുമായി പുലബന്ധമുണ്ട്. ആധുനിക മലയാള നോവലിൻ്റെ ജനയിതാവെന്ന പദവിക്ക് കാക്കനാടനൊപ്പം സമർഹനാണ് എം മുകുന്ദനും. ജീവിതത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങളിൽ വിശ്വാസം നശിച്ചതിനാൽ സ്വാന്തപ്രവാസിയായി തീർന്ന മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ നാദമാണ് ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു എന്ന നോവൽ. ജീവിതത്തിന്മേലുള്ള പിടി നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ കഥയാണ് ഈ ലോകം, അതിലൊരു മനുഷ്യൻ. മുകുന്ദൻ്റെ ഡൽഹി,
മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്നിവ ഭൗതികവും ദാർശനികവുമായ ജീവിതത്തിൻ്റെ നിരർത്ഥകതയ്ക്ക് കഥാരൂപം നൽകുന്നു. ഡൽഹിയിലെ അരവിന്ദനോ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ദാസനോ ജീവിതത്തിന് ഉദ്ദേശവും അർത്ഥവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ അർത്ഥരാഹിത്യത്തിന് ശബ്ദബിംബങ്ങൾ തിരയുന്ന അനേകം നോവലിസ്റ്റുകളെ 60കളിൽ കാണാൻ കഴിയുന്നു. മരീചികയിൽ ജീവിതം മരീചികയാണത്രേ സി രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ എല്ലാം മായ്ക്കുന്ന കടൽ, പുഴ മുതൽ പുഴ വരെ എന്നീ കൃതികളും നൂതന ഭാവങ്ങളെ പ്രകടമാക്കുന്നുണ്ട്. ആധുനിക നോവലുകൾ. അശ്വത്ഥാമാവിൽ മാടമ്പു കുഞ്ഞിക്കുട്ടൻ നിർദ്ദേശിക്കുന്നത് ആധുനിക സംവേദനത്തിൻ്റെ പ്രധാന വക്താവ് അശ്വത്ഥാമാവാണ്, അർജുനനോ കൃഷ്ണനോ അല്ല എന്നാണ്. മനസ്സ് നിറച്ച് വിദ്വേഷവും ദേഹം നിറയെ പുണ്ണുമായി നടക്കുന്ന നിത്യപഥികനാണ് അദ്ദേഹം. അശ്വത്ഥാമാവിലെ കഥാനായകൻ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല. കുഞ്ഞുകുട്ടൻ്റെ ഭ്രഷ്ടും നിഷാദവും പുതിയ അവബോധത്തിൻ്റെ ദർപ്പണങ്ങൾ തന്നെ. പത്മരാജൻ്റെ വീക്ഷണത്തിൽ മനുഷ്യനിലെ മൗലിക വികാരങ്ങൾ കാമവും ക്രോധവുമാണ്. അദ്ദേഹത്തിൻ്റെ നക്ഷത്രങ്ങളെ കാവൽ കേവലമൊരു സാമൂഹ്യ നോവലാണ്. അതേസമയം വാടകയ്ക്കൊരു ഹൃദയം, ഇതാ ഇവിടെ വരെ എന്നിവ കാണിക്കുന്നത് നമ്മുടെ സമൂഹം അടുത്ത കാലത്ത് വളരെയേറെ അക്രമാസക്തമായിട്ടുണ്ടെന്നാണ്. സേതുവിൻ്റെ നോട്ടത്തിൽ മനുഷ്യൻ്റെ മുഖ്യവികാരം ധനമോഹമാണ്. അവന് പണമാണ് പ്രാണൻ. യാഥാർത്ഥ്യത്തിൻ്റെ സ്ഥാനം കൈയടക്കി ആധിപത്യം ചെലുത്തുന്ന ഒരു വ്യാമോഹത്തിന് ചുറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡവപുരം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഭർത്തൃപരിത്യക്തയായ ഒരു സ്ത്രീയാണ് നായിക. ജാരന്മാരുടെ നഗരമായ പാണ്ഡവപുരം അവൾ സ്വപ്നം കാണുന്നു. അവിടെയുള്ള ഒരു ജാരൻ തൻ്റെ അടുത്തു വന്നതായും താൻ അയാളെ കീഴ്പ്പെടുത്തിയതായും അവൾ സങ്കല്പിക്കുന്നു. ആനന്ദിൻ്റെ ആൾക്കൂട്ടവും മരണ സർട്ടിഫിക്കറ്റും മികച്ച കലാസൃഷ്ടികളാണെന്ന് വാദിക്കുന്നവരുണ്ട്. നഗരാധിഷ്ഠിതമായ വലിയ ഒരു നോവലാണ് ആൾക്കൂട്ടം. ഇന്ത്യയുടെ ഭാവിയിൽ അത് ആശങ്ക പ്രദർശിപ്പിക്കുന്നു. നഗരങ്ങളിൽ ചിതറിക്കിടക്കുന്ന മനുഷ്യജീവിതങ്ങളുടെ അർത്ഥവും അർത്ഥരാഹിത്യവും അന്വേഷിക്കുന്ന ഈ നോവൽ ചില ഘട്ടങ്ങളിലെങ്കിലും ദാർശനിക ഗാംഭീര്യം നേടാൻ ഉദ്യമിക്കുന്നു. രൂപസൗന്ദര്യം അനുഗ്രഹിച്ചിട്ടില്ലെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. ജീവിതത്തിൻ്റെ ആവർത്തന വിരസതയെയും മുഷിപ്പിനെയും പകർത്തുന്ന മരണ സർട്ടിഫിക്കറ്റ്, സേതുവിൻ്റെ താളിയോല, കരൂർ ശശിയുടെ തികച്ചും വ്യക്തിപരം എന്നിവയെപ്പോലെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ ഫലശൂന്യമായ മനുഷ്യൻ്റെ നട്ടം തിരിച്ചിലുകളിൽ കൂടി വെളിപ്പെടുത്തുന്നു. രൂപപരമായും ഭാവപരമായും ദാർശനികമായും OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഒട്ടേറെ വിവാദ വിഷയമായ ഒരു നോവലാണ്. പാരമ്പര്യബദ്ധതയുടെ കാഴ്ചപ്പാടുകൾ. മൂന്നാം ഘട്ടത്തിൽ നൂതനമായ അവബോധത്തിൻ്റെ കൃതികൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. സന്ദേഹത്തിൻ്റെയും നിരാസത്തിൻ്റെയും നോവലുകളെ അധികം നിഷ്പ്രഭമാക്കുന്ന നോവലുകളും ഇക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാരമ്പര്യനിഷ്ഠ മൂല്യങ്ങളെ പിന്തള്ളാനോ അസക്തശക്തമാക്കാനോ നൂതനാവബോധത്തിൻ്റെ മൂല്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇന്നത്തെ പരിശ്രമം നൂതന മൂല്യാവബോധത്തെ പരമ്പരാഗത മൂല്യത്തിൽ സംക്രമിച്ച് സമന്വയം സാധിക്കാനാണ്. ഇതിനുള്ള സതുദ്യമത്തെ തൻ്റെ സ്മാരകശിലകളിൽ കൂടി സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്ക്. ജന്മിത്തം പോഷിപ്പിക്കുന്ന കാമം, ഹിംസ, ഔദാര്യം എന്നിവയുടെ മൂർത്തിയായ പൂക്കോയ തങ്ങളാണ് സ്മാരകശിലയിലെ നായകൻ. മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിത കേന്ദ്രമാണ് തങ്ങൾ. സ്ഥലത്തെ പള്ളിയുടെ സെമിത്തേരിയാണ് ആ ഗ്രാമത്തിൽപ്പെട്ടവരുടെ ഭൂതകാലത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങളുടെ ഉറവിടം. എത്രയെത്ര മനുഷ്യർ തങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്നു. തങ്ങൾ കൊല്ലപ്പെടുന്നതോടെ സമൂഹത്തിൽ നിലനിർത്തിയ ജന്മിത്വ വ്യവസ്ഥയ്ക്കും ഇളക്കം തട്ടുന്നു. ഇത് ജനതയെ നയിക്കുന്നത് വിപ്ലവത്തിലേക്കാകാം. തങ്ങളുടെ ജീവിത ചിത്രീകരണം പാരമ്പര്യ നോവൽ സങ്കല്പത്തിന് തികച്ചും അനുരോധമാണ്.
അതേസമയം ആ സെമിത്തേരിയുടെ ഭീകരതയും മൗനവും കുഞ്ഞാലിയുടെ സംത്രാസവുമെല്ലാം നൂതന ഭാവങ്ങളെ ഉണർത്തുന്നു. ജീർണതകൾ അഴുകി ഇല്ലാതെയാകും, നൂതനക്രമം സംസ്ഥാപിതമാവുകയും ചെയ്യും. ഈ വിധത്തിലുള്ള പുരോഗതി സുസാധ്യമാവണമെങ്കിൽ സാഹിത്യരംഗത്ത് പാരമ്പര്യ സങ്കല്പങ്ങളും നൂതന സങ്കല്പങ്ങളും തമ്മിൽ സമന്വയം നടക്കാതെ നിവൃത്തിയില്ല. മലയാള നോവൽ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നൂതന വിഷയങ്ങളും നൂതന രചനാ സങ്കേതങ്ങളും ഇതിന് സമൃദ്ധമായുണ്ട്. ആധുനിക മനഃശാസ്ത്രം അവർക്ക് പുതിയ ചക്രവാളങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും മലയാള നോവലിസ്റ്റിൻ്റെ ഭാവനയുടെ മേൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. നൂതന ശാസ്ത്ര സാങ്കേതിക ദർശനങ്ങൾ അമേരിക്കൻ നോവലിസ്റ്റുകളെ എന്ന പോലെ ഭാരതീയ നോവലിസ്റ്റുകളെ ഇനിയും സ്വാധീനിച്ചിട്ടില്ല. ഇന്നും ഏതാനും ചെറുപ്പക്കാരെങ്കിലും എക്സ്റ്റൻഷ്യലിസവും മോഡേണിസവും ആകർഷിക്കുന്നവരായിട്ടുണ്ട്. മറ്റു ഭാരതീയ സാഹിത്യങ്ങളെന്ന പോലെ മലയാള സാഹിത്യവും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേരുകൾ പുരാതന ഗ്രാമീണ ഭാരതീയ സംസ്കാരത്തിൽ തന്നെയാണ്. അത് നൂതന പ്രവണതകളെയും ആശയങ്ങളെയും സംവേദനങ്ങളെയും അനുസ്യൂദ്യം സ്വീകരിക്കുന്നു. ഒരു കൊടുങ്കാറ്റത്തും അതിൻ്റെ വേരുകൾക്ക് ഇളക്കം തട്ടുന്നില്ല. അടിസ്ഥാനപരമായും അത് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാണ്. ഒരു സാഹിത്യരൂപത്തിനും നോവലിന് വിശേഷിച്ചും മനുഷ്യനെ ഒഴിച്ചു നിർത്താനാകില്ല. ഭൂതവർത്തമാന കാലങ്ങളിലെ സാരവത്തായ സർവവും സ്വാംശീകരിച്ചുകൊണ്ടും മനുഷ്യത്വത്തെ വളർത്തിക്കൊണ്ടും മലയാള നോവൽ ഭാവിയിലെ ദീപ്തമേഖലകളിലേക്ക് തീർത്ഥാടകനെ പോലെ തികഞ്ഞ ശുഭപ്രതീക്ഷയോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനികാനന്തര കാലഘട്ടത്തിൻ്റെ ആശയാന്തരീക്ഷവും നോവലിലെ സൂക്ഷ്മ രാഷ്ട്രീയം. 90കളോടെ മലയാള നോവലിൽ ഭാവനാ പരിവർത്തനത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി. ആധുനികതയുടെ എഴുത്തിലും ലോകവീക്ഷണ മാതൃകയിലും കർത്തൃത്വ സങ്കല്പനത്തിലും നിന്ന് വേറിട്ട് അവയെ പൊളിച്ചെഴുതുന്ന നോവലുകൾ ഉത്തരാധുനിക ഭാവുകത്വം പ്രഖ്യാപിച്ചു. എം. മുകുന്ദൻ്റെ ആദിത്യനും രാധയും മറ്റു ചിലരും, ഒരു ദളിത് യുവതിയുടെ കഥനകഥ, കേശവൻ്റെ വിലാപങ്ങൾ, നൃത്തം, KJ ബേബിയുടെ മാവേലി മന്ത്രം, CV ബാലകൃഷ്ണൻ്റെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ദിശ, K. രഘുനാഥൻ്റെ ഭൂമിയുടെ പൊക്കിൾ, ശബ്ദായ മൗനം, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, KP രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ, TV കൊച്ചുബാവയുടെ വൃദ്ധസദനം, ആനന്ദിൻ്റെ ഗോവർദ്ധനൻ്റെ യാത്രകൾ, വ്യാസനും വിഘ്നേശ്വരനും, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ, N. പ്രഭാകരൻ്റെ ബഹുവചനം, തിയൂർ രേഖകൾ, സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ തുടങ്ങിയ നിരവധി കൃതികൾ നോവലിൻ്റെ മാറിയ മുഖം വെളിപ്പെടുത്തി നിൽക്കുന്നു. മലയാള നോവലിൻ്റെ പ്രയാണമാർഗം ഈ രചനകളിലാണ് കണ്ടുമുട്ടാനാവുക. മാറുന്ന ലോകത്തോട് അവ പുലർത്തുന്ന സമശീർഷതയാണ് ഇതിനു കാരണം. ഉത്തരാധുനികമായ ഒരു ഭാവുകത്വ പരിസരത്തിലാണ് അവയുടെ നില. പുതിയ അനുഭവ മണ്ഡലങ്ങളാണ് ഉത്തരാധുനിക നോവൽ ആവിഷ്കരിക്കുന്നത്. ചരിത്രത്തോടും രാഷ്ട്രീയത്തോടുമുള്ള വിമർശനാത്മകമായ സമീപനവും പുതിയ സാങ്കേതിക സംസ്കാരത്തോടുള്ള അഭിമുഖീകരണവും നിലവിലുള്ള ആഖ്യാന മാതൃകകളുടെ അപര്യാപ്തതയെക്കുറിച്ചുള്ള ബോധവും ഭാഷ, വായന, എഴുത്ത് തുടങ്ങിയ പ്രക്രിയകളെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകളും ഉത്തരാധുനികമായ രചനാ പ്രക്രിയയ്ക്ക് വേഗം കൂട്ടി. പ്രമേയത്തിലും രൂപശില്പത്തിലും ഈ ഘടകങ്ങൾ നോവലിൻ്റെ നിർമ്മാണ കലയെ സ്വാധീനിച്ചു. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സന്ദേഹങ്ങളും ആശങ്കകളും ഉത്തരാധുനിക നോവലിൻ്റെ പ്രമേയങ്ങളിൽ കടന്നുവന്നു. പുരോഗതി എന്ന മഹാവ്യാഖ്യാനത്തെ കേന്ദ്രമാക്കിയുള്ള ചരിത്ര സങ്കല്പനത്തിൻ്റെ തിരസ്കാരത്തിലേക്കും ആ സങ്കല്പനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന ചരിത്രത്തിനു പകരം അലിഖിതവും കീഴാളവുമായ ചരിത്രത്തിലേക്ക് നോവൽ നീങ്ങി. അധികാരത്തിൻ്റെയും നീതിയുടെയും പശ്ചാത്തലത്തിൽ ചരിത്രത്തെയും വ്യത്യസ്ത സാമൂഹിക ഗണങ്ങളുടെ ജീവിതങ്ങളെയും പുതിയ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നോവലുകൾ ഉണ്ടായത് അങ്ങനെയാണ്. ഉത്തരാധുനിക ചരിത്ര നോവലുകൾ എന്നാണ് അവയെ വിളിക്കേണ്ടത്. ദളിത് പക്ഷം, മാറുന്ന അഭിരുചികൾ, സമകാലിക രംഗം,
പുതുപ്രവണതകൾ, സ്ത്രീവാദവും പാരിസ്ഥിതിക അവബോധവും. ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് വ്യവസ്ഥാപിത ചരിത്ര നോവലിൻ്റെ ആഖ്യാനക്രമം ലംഘിക്കുന്ന ഒട്ടേറെ ഉത്തരാധുനിക ചരിത്ര നോവലുകൾ സമകാലിക രംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. NS മാധവൻ്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയാനകൾ, ആനന്ദിൻ്റെ പരിണാമത്തിൻ്റെ ഭൂതങ്ങൾ, TD രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരു ആമുഖം, സേതുവിൻ്റെ മറുപിറവി ആലിയ, സന്തോഷ് കുമാറിൻ്റെ അന്ധകാരനഴി, TP രാജീവൻ്റെ പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, KTN കോട്ടൂർ എഴുത്തും ജീവിതവും, M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ തുടങ്ങിയ രചനകളെല്ലാം ചരിത്രത്തെ അഭിസംബോധന ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പുരോഗമനാത്മകവും രേഖീയവും ഏകാത്മകവുമായ ഒന്നായി ചരിത്രത്തെ ഈ നോവലുകൾ സങ്കല്പിക്കുന്നില്ല. ചരിത്രത്തെ ശിഥിലീകരിക്കാനും ബദൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനും കേന്ദ്രത്തിനു പകരം പ്രാന്തത്തിൻ്റെ ചരിത്രം എഴുതാനും തിരസ്കൃത മനുഷ്യരുടെ ചരിത്രങ്ങൾ വീണ്ടെടുക്കാനും ഭാവനാചരിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സാമ്പ്രദായിക ചരിത്ര സങ്കല്പത്തെ ധ്വംസിക്കാനും അവർ ശ്രമിക്കുന്നു. ഉത്തരാധുനിക നോവലിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ സ്വീകരിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള 2 വഴികൾ ഇതിവൃത്തത്തിലും ആഖ്യാനത്തിലും അവ കൊണ്ടുവന്ന പുതുമയാണ്. മുമ്പ് മലയാള നോവൽ കൈകാര്യം ചെയ്തിട്ടില്ലാത്തതോ അല്പമാത്രം പരിഗണിച്ചതോ ആയ ഒട്ടേറെ പ്രമേയങ്ങളിലേക്കും ജീവിത മണ്ഡലങ്ങളിലേക്കും സമകാലിക നോവൽ തിരിഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതിയെക്കുറിച്ചും ആണവ വിപത്തിനെക്കുറിച്ചുമുള്ള പുതിയ നിലപാടുകൾ മധുരം ഗായതിയിൽ കാണാം. അതുപോലെ തന്നെ ആദിവാസി, ദളിത് സ്വത്വം, മാവേലി മണ്ഡലം, പുലേപ്പാട്ട്, ചാവുലി എന്നീ നോവലുകളിൽ കാണാം. പുതിയ സ്ഥലമാനങ്ങൾ, ആടുജീവിതം, പ്രവാസം എന്നീ നോവലുകളിലും സ്ത്രീജീവിതം, ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഉതപ്പ് തുടങ്ങിയ ഒട്ടേറെ പ്രമേയങ്ങൾ ഈ ഘട്ടത്തിൽ നോവലിന് വിഷയമായി. സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള നവീന ബോധവും പുതിയ സാങ്കേതിക വിദ്യ ഉയർത്തിയ വിനിമയ വൈവിധ്യവും ലോകരാഷ്ട്രീയ ക്രമത്തിലെ രൂപാന്തരണങ്ങളും സംസ്കാരത്തെയും സ്വത്വത്തെയും കുറിച്ചുള്ള വീക്ഷണ വ്യതിയാനങ്ങളും ഉത്തരാധുനിക നോവലിൻ്റെ ഘടനയിൽ വരുത്തിയ മാറ്റം ചെറുതല്ല. സ്ഥലകാല സങ്കേതങ്ങളുടെയും ജൈവ സാങ്കേതിക വിദ്യയുടെയും പരിസ്ഥിതി ദുരന്ത ഭീഷണിയുടെയും ആഗോളീകരണത്തിൻ്റെ സാമ്പത്തിക യുക്തിയുടെയും പശ്ചാത്തലത്തിലാണ് മലയാള നോവലിസ്റ്റ് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ നേരിടലുകൾ നോവലിസ്റ്റിനെ അനേകം സാധ്യതകൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇക്കോ ഫെമിനിസം അഥവാ പാരിസ്ഥിതിക സ്ത്രീവാദം 21-ാം നൂറ്റാണ്ടിൽ ഏറെ ശ്രദ്ധയാവശ്യപ്പെടുന്ന വിഷയമാണ്. ഭൂമിയാകെ വിഷമയമാവുകയും ആവാസ വ്യവസ്ഥ തന്നെ തകരാറിലാവുകയും ചെയ്തിരിക്കുന്ന ഈ കാലത്തിൽ പാരിസ്ഥിതിക സ്ത്രീവാദത്തെ ലോകം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഫെമിനിസത്തിൻ്റെ വിഭിന്ന മുഖങ്ങൾ ഇക്കോ ഫെമിനിസത്തിൻ്റെ പൂർവ്വരൂപങ്ങളായി കാണാം. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പുതിയ ബന്ധത്തിൻ്റെ അന്വേഷണമാണ് ഇക്കോ ഫെമിനിസ്റ്റുകൾ നടത്തുന്നത്. ഇക്കോളജി അഥവാ പരിസ്ഥിതി വിജ്ഞാനം ജീവികളും ഇതര ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര പ്രക്രിയകളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. പ്രകൃതിയുമായി പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ചരിത്രം പ്രകൃതിയുടെ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. പ്രകൃതി ശക്തികളെ ഭയപ്പെട്ടും അവയെ ആരാധിച്ചും കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഇന്ന് സർവചരാചരങ്ങളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന ചൂഷണാധിഷ്ഠിതമായ ഒരു സംവിധാനത്തിന് കീഴിലാണ് നാം കഴിയുന്നത്. പരിസ്ഥിതിയെ അറിയാനും സ്നേഹിക്കാനും പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും പഠിച്ചവ പ്രയോഗത്തിലാക്കാനുമൊക്കെ പരിസ്ഥിതി ശാസ്ത്ര പഠനം നിർബന്ധിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിനും വൈവിധ്യ സംരക്ഷണത്തിനും വേണ്ടി പുതിയ ചില സമവാക്യങ്ങളും പദ്ധതികളുമാണ് ഇക്കോ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീയുടെയും പ്രകൃതിയുടെയും നേർക്കുയരുന്ന ഭീഷണികളും അവയുടെ നേരെയുള്ള ചൂഷണ മനോഭാവവും തകർക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെയാണ് എന്ന ബോധം ഇന്ന് രൂഢമൂലമായിരിക്കുന്നു.
ഈ അവസ്ഥയിലാണ് ഇക്കോ ഫെമിനിസവും വെറും സ്ത്രീവാദമോ വെറും പ്രകൃതിവാദമോ അല്ല എന്നും അത് യഥാർത്ഥ മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കരുത്തുറ്റ പ്രസ്ഥാനമാണെന്നും തിരിച്ചറിയുന്നത്. മലിനീകരണത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും സമാന അനുഭവങ്ങളാണ് സ്ത്രീയും പ്രകൃതിയും നേരിടുന്നത്. ഇവയുടെ രണ്ടിൻ്റെയും മോചനത്തിലൂടെ മാത്രമേ സാമൂഹിക വ്യവസ്ഥിതിയിൽ പ്രശാന്തതയും സമൃദ്ധിയും നിലനിർത്താനാകൂ എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. സ്ത്രീ, പ്രകൃതി, ആദിവാസികൾ എന്നിവരോടൊപ്പം പുരുഷനും വ്യവസ്ഥിതിയുടെ ദുഷിപ്പിക്കലുകളിൽ നിന്നും മോചിക്കപ്പെടുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ ജീവിതം കണ്ടെത്താനാകൂ എന്ന് ഏരിയൽ സാലെ കരുതുന്നു. ജീവിതത്തിൻ്റെ കേന്ദ്രം കുടുംബവും കുടുംബത്തിൻ്റെ കേന്ദ്രം സ്ത്രീയുമാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം കുടുംബം, പ്രകൃതി, സ്ത്രീ ഇവയാണെന്ന് ഇക്കോ ഫെമിനിസ്റ്റായ റോസ്മേരി റൂദർലും അഭിപ്രായപ്പെടുന്നു. ഇക്കോ ഫെമിനിസത്തിൻ്റെ മുദ്രാവാക്യം സമഗ്ര മോചനമാണ്. പ്രകൃതി മോചിതമാകണം, സ്ത്രീ മോചിതയാകണം, ഇതിനൊപ്പം പുരുഷനും മോചിതനാകണം. സ്ത്രീ പുരുഷ പ്രകൃതിയുടെ സംയുക്ത വിമോചനമാണ് ഇക്കോ ഫെമിനിസത്തിൻ്റെ മഹത്തായ ലക്ഷ്യം. പരിസ്ഥിതിവാദത്തെയും സ്ത്രീവാദത്തെയും സമന്വയിപ്പിക്കുക എന്ന ലക്ഷ്യമാണിവിടെ നിറവേറ്റുന്നത്.